പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണക്കാലം ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു സിനിമാ കാലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി സിനിമാ വിശേഷങ്ങളിലേക്ക് കൂടി ഹലോ മലയാളം പോവാണ്. ഇപ്പൊ നമ്മൾ ഹൃദയപൂർവ്വം എന്താ കണ്ടെന്ന് ചോദിച്ചാൽ, ഹൃദയപൂർവ്വത്തിലെ ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സ്വന്തം സംഗീത് പ്രതാപാണ്. സംഗീതിനെ സ്വാഗതം ചെയ്യാം. സംഗീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഹൃദയപൂർവ്വത്തിന്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കുഞ്ഞു സിനിമ, ഒരു ഫീൽ ഗുഡ് മൂവി തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. എന്താണ് ജെറിയുടെ വിശേഷങ്ങൾ? ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും ഒക്കെ ഇരിക്കുകയാണ്. ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോ ഭയങ്കര സന്തോഷം. കാരണം തിയേറ്ററിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു 3 ഷോ കണ്ടു. അപ്പൊ എല്ലായിടത്തും ഭയങ്കര നല്ല റിവ്യൂസും നല്ല ചിരിയും ജെന്യുവിൻ ആയിട്ട് ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ആവുന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. ഇപ്പം ഉറക്ക ശരിയല്ലെന്ന് പറയും. ഇപ്പം നമ്മള് ഉറക്കത്തേക്ക് എടുത്തിയോ? ഇല്ല, കുഴപ്പമില്ല. ഈ ജെറി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഹൃദയപൂർവ്വത്തിന്റെ? ഹൃദയപൂർവ്വം ലൈക്ക് അതൊരു ശരിക്കും പറഞ്ഞ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ ആയിരുന്നു. നമ്മള് ഏറ്റവും ലെജൻസ് ആയിട്ട് കണ്ടിരുന്നവരെ എല്ലാവരും ഒരുമിച്ച് വന്ന ഒരു സെറ്റായിരുന്നു. അപ്പൊ അവിടെ അവരുടെ വർഷങ്ങള് നീണ്ടു നിൽക്കുന്ന കുറെ അനുഭവങ്ങളും അതിന്റെ കഥകളും, ഇതൊന്നും അല്ലാതെ ലാലേട്ടന്റെ കുറെ തമാശകളും സത്യൻ സാറിന്റെ കുറെ കഥകളും, ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് പെർഫോം ചെയ്യുന്നതിനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഹാപ്പി ആക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരുന്ന കുറെ മെമ്മറീസ്. സംഗീത, ഇപ്പൊ എനിക്ക് തോന്നുന്നു തുടരുമിന് ശേഷം രണ്ടാമത്തെ പടം അല്ലേ ലാലേട്ടന്റെ കൂടെ ഹൃദയപൂർവ്വം? അപ്പോ തുടരുമിൽ നിന്ന് ഹൃദയപൂർവ്വത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു മാറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഒരുപാട് മാറ്റങ്ങളുണ്ടായി. തുടരുമിലാകെ ഞങ്ങൾ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഹൃദയപൂർവ്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഒരു 10-45-50 ദിവസത്തോളം ഒരുമിച്ചായിരുന്നു ലാലേട്ടന്റെ കൂടെ തന്നെ ഫുൾ ടൈം. ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിങ്ക് അവിടെ തനിയെ ഉണ്ടായി. അതാണ് ഞാൻ പറയുന്നത്, സ്ക്രീനിലല്ല ഓഫ് സ്ക്രീനിൽ തന്നെ നമ്മള് വെറുതെ ഇരിക്കുമ്പോ കുറെ തമാശകൾ പറയലും ലാലേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മളെ ഡീൽ ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ സന്തോഷവും ആ എക്സൈറ്റ്മെന്റും ഒക്കെയാണ് ഇപ്പൊ സ്ക്രീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ എനിക്ക് അതായിരിക്കും അതിന്റെ റീസൺ എന്ന് തോന്നുന്നു. അതെ, സത്യം. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ സീൻ, അതൊക്കെ ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹം ഈ മലയാള സിനിമയിലെ ഏകദേശം എല്ലാ നടന്മാരും ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെയും ഇന്നസെന്റിൻ്റെയും ഒക്കെ തമാശകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ലെജൻഡാണ് മോഹൻലാൽ. അപ്പം അദ്ദേഹത്തോടൊപ്പം ഏറെക്കുറെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ സംഗീതത്തിന് എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് വേണം പറയാൻ. എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നില്ല. ഞാൻ മൊത്തത്തിൽ അവിടെ അത് എന്താ പറയാ, ഒരു എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഓവർവെൽമിംഗ് ഫീലിലാണ് ഫുൾ ടൈം പോയി ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് ഇവര് നമ്മളെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെ ദിവസത്തിൽ തന്നെ അത് പ്രോപ്പറായിട്ട് നമ്മൾ ലാൻഡായി. ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ, ഐസ് ബ്രേക്കിംഗ് നടന്നത് എനിക്കാണ്, ലാലേട്ടനല്ല എന്ന് പറയണ പോലെ. അപ്പൊ ഞാനത് ഒരു 2 ദിവസം കൊണ്ട് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു എല്ലാം കൊണ്ടും. സത്യൻ എന്തൊക്കെയാണെന്ന് പറയുന്ന ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്തപ്പോ ആ ഒരു എക്സ്പീരിയൻസ്? സത്യൻ സാറും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോ സിനിമ കണ്ടിട്ട് എല്ലാവരും പറയുന്നത്, ഈ കാലത്തിന്റെ ഒരു സിനിമ, അതിന്റെ ടേസ്റ്റുകളെല്ലാം ഉള്ള ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഫണ്ണാണെങ്കിലും കുറെ ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അതൊരു ഭയങ്കര അടിപൊളിയാ. സത്യൻ സാറിന്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ, ഈ ഒരു പ്രായത്തില് നമ്മൾക്ക് ഈ ജനറേഷനിലുള്ളവരും ഈ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നു, അവർക്ക് ഈ സിനിമ കണക്ട് ആവുന്നു എന്ന് പറയുന്നതില് ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളത് ഇതിനേക്കാൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏജും എല്ലാം വെച്ചിട്ട് അത്രയും ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് അത്രയും അത്രയും ഞങ്ങളെക്കാൾ എനർജിയിലാണ് സത്യൻ സാറ് സെറ്റിലുള്ളത്. അത് ആ സെറ്റിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമയും ഈ എനർജി ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത്, സാറ് ഇതിനേക്കാൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം.
ഈ സിനിമ കൊണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇന്നലെ കഴിഞ്ഞത്. സംഗീതം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സത്യൻ സാറും മോഹൻലാലും അവരൊരു വലിയ കോംബോ ആണ്. അവരുടെ ഒത്തിരി സിനിമകൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോംബോ വീണ്ടും വരുമ്പോൾ അതിനെ എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ സംഗീതിന് ഈ ഒരു എക്സ്പീരിയൻസും സത്യൻ സാറും അതേപോലെ ലാലേട്ടനും കൂടെ ഒന്നിച്ച് വരുമ്പോൾ, അപ്പോൾ അതിനെ പുറമെ നിന്ന് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, ഭയങ്കര ഭയങ്കര രസമാണ്. അതായത് എഗെയിൻ ഈ പറഞ്ഞ പോലെ ലാലേട്ടനെയും ഞാൻ ഇത്രയും ഭയങ്കര എന്താ പറയാ, ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ കോമഡി കണ്ടത് സത്യൻ സാറിന്റെ കൂടെയാണ്. അത് സത്യൻ സാറിന്റെ സെറ്റ് ആയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വെച്ച് തന്നെ ലാലേട്ടൻ അത് ഇംപ്രൂവൈസ് ചെയ്യാനാണെങ്കിലും റിയാക്ഷൻസ് തരാനാണെങ്കിലും ഞാൻ തിയേറ്ററിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ പോലും ഇങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പോലും അത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കാത്ത ഒരുപാട് നമ്മുടെ പഴയ ലാലേട്ടനെ കാണാൻ പറ്റും. അപ്പൊ അത് സത്യൻ സാറിന്റെ സെറ്റ് ആയതുകൊണ്ടാണ്. അവരും എപ്പോഴും ഈ പറഞ്ഞ പോലെ തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് ഓൺ സെറ്റിൽ തന്നെ ഇരിക്കുന്നവരാണ്. അങ്ങനെ ഒരു കാരവൻ ലൈഫ് അല്ല സത്യൻ സാറിന്റെ പടം. ഇപ്പോൾ ഈ സീനുകളൊക്കെ ഇപ്പം മോഹൻലാലുമായിട്ടുള്ള ആ ഒരു കോംബോ സീനും ഇതൊക്കെ നമ്മൾ ഇപ്പം ഒരുപാട് വട്ടം സംഗീത സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ തിയേറ്ററിൽ ഇപ്പോൾ ആളുകൾക്കൊപ്പം ഫാൻസിനൊപ്പം ഒക്കെ ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ്സ് ആയിരുന്നു. അത് ത്രില്ലടിച്ചോ എന്തായിരുന്നു? ഉറപ്പായിട്ടും. ഞാൻ കവിത തിയേറ്ററിൽ എറണാകുളത്ത് ഒരുപാട് ഫാൻ ഷോ കണ്ടിട്ടുള്ളതാ, FTFS കണ്ടിട്ടുള്ളതാ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഒരു സിനിമ ലാലേട്ടന്റെ ഒപ്പം കാണുക, അതില് നമ്മൾക്കും ഈക്വലി തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, പടത്തിന്റെ അവസാനം എന്റെയൊക്കെ ഒരു ലാസ്റ്റത്തേക്ക് ഒരു സീൻ ഉണ്ട്. അപ്പൊ അതില് ഞങ്ങൾ ഒരു ഷൈക്കാൻഡ് കൊടുക്കുന്ന സമയത്ത് തിയേറ്റർ ആക്ച്വലി ഭയങ്കര ഒരു ഫൈറ്റിനൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു കയ്യടി കണ്ടപ്പോ ഞാൻ എന്താ പറയണേ, ഐ ഫെൽറ്റ് ഇനഫ്. അതാണ് എനിക്ക് തോന്നിയത്. നമ്മള് പണ്ട് കൈയടിച്ച സ്ഥലത്ത് നമുക്ക് കൈയടി കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കോമ്പിനേഷൻസും ഇപ്പോ നമ്മൾ പറയുന്ന ഒരുപാട് കോമ്പിനേഷൻസിൽ ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ ഞാനും വന്നു. അപ്പൊ ഇനി ഫ്യൂച്ചറിലെ ആളുകൾ നമ്മളൊരു മാർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇത്. പ്രേമലു പോലെ തന്നെ എനിക്ക് ഇത് എന്റെ ലൈഫിൽ ഭയങ്കര ഒരു മാർക്കായിരിക്കും. ഇനി ഫ്യൂച്ചറിലും നിശ്ചയമായി ഇത് സംസാരിക്കും എന്ന് തോന്നുന്നു. ഇപ്പൊ സിനിമ കണ്ടിട്ട് ലാലേട്ടൻ വിളിച്ചായിരുന്നോ? കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചില്ല. ഞാൻ തിയേറ്ററിലേക്ക് ആക്ച്വലി പോകുന്ന വഴി എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു, ഇങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ്. അപ്പൊ ഞാനിങ്ങനെ മഴയാണ്, നല്ല മഴയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത മഴയുടെ സമയത്താണ് ഞാൻ കാറിന്റെ സ്ക്രീനിൽ ഇങ്ങനെ ലാലേട്ടൻ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി ഒതുക്കി മെസ്സേജ് തിരിച്ചയച്ചപ്പോ മഴയാണെന്ന് പറഞ്ഞപ്പോ തന്നെ മഴ മാറും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ അങ്ങനെ നടക്കുകയും ചെയ്തു. ഓക്കെ. മാളവികയുമായിട്ട് ആദ്യത്തെ സിനിമയാന്ന് തോന്നുന്നു അല്ലേ സംഗീത്? അതെ അതെ അതെ. ഈ ഫുൾ ക്രൂ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഭയങ്കര രസമായിരുന്നോ സിനിമയുടെ ഷൂട്ടിംഗ്? എല്ലാവരും ഈ പറഞ്ഞ പോലെ അതൊരു ഫാമിലിയാണ്. സെറ്റ് ടോട്ടലി ഒരു ഫാമിലിയാണ്. അപ്പൊ അവിടെ എല്ലാവരും ആ സന്തോഷങ്ങളും ആ എക്സൈറ്റ്മെന്റും പിന്നെ എല്ലാവരും മുഖത്ത് എപ്പോഴും ഒരു എന്താ പറയുക, പേടിയല്ല, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ്. ഇവരെ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. അതിലാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെയും ഹാപ്പിയാണ് സിനിമ കണ്ടല്ലേ? ഭയങ്കരമായിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ എനിക്ക് രാവിലെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചുള്ളൂ, എടാ പ്രേമലു കഴിഞ്ഞിട്ടുള്ള പിറ്റേന്ന് രാവിലെ പോലെ ഓർമ്മ വരുന്നു, കുറെ മെസ്സേജസ് കാണുന്നു, കുറെ പോസ്റ്റുകൾ കാണുന്നു ഇതിനെ പറ്റി. അപ്പൊ എനിക്ക് ഇന്നലെ മര്യാദ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ എണീക്കുമ്പോഴും ഒരുപാട് ഭയങ്കര ഓവർഫ്ലോഡ് ആയിട്ടുള്ള മെസ്സേജസ് വരുന്നു. ഭയങ്കര സന്തോഷം. ഇത് ഇപ്പൊ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഈ തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോഴും പലരും വിളിക്കുന്ന അമൽ ഡേവിസ് ആണ്. ഇപ്പൊ ഈ അമൽ ഡേവിസ് മാറി ജെറി വരുമോ ഇനി? പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അമൽ ഡേവിസ് എന്നും ഭയങ്കര ഫേവറേറ്റ് തന്നെയാണ്. കാരണം എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നാണ്. ഈവൺ അങ്ങനെ ഒരു പേര് പോലും, ആ പേരിന് പോലും ആ യുണീക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ക്യാരക്ടറുകൾ അതിനുശേഷം ചെയ്തതൊക്കെ ആൾക്കാരുടെ ഓർമ്മകളിലുണ്ട്. പക്ഷെ പേരെന്ന് പറയുമ്പോ എപ്പോഴും എല്ലാവർക്കും അമൽ ഡേവിസ് ആണ്. അതിൽ നിന്ന് സംഗീത് പ്രതാപമാവട്ടെ ഉടനെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഈ ഓണക്കാലം ഏറ്റവും വലിയ സന്തോഷം ഹൃദയപൂർവ്വം തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ.
മറ്റു സിനിമകളൊക്കെ കണ്ടായിരുന്നോ സംഗീത? ഇപ്പൊ ഇന്നലെ ലോക, ഇന്നിപ്പോ ഓടും കുതിര ചാടും കുതിര. ആക്ച്വലി ലോക കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങള് പോയപ്പോഴേക്കും അവിടെ ടിക്കറ്റ് ഉണ്ടായില്ല. അപ്പൊ കുറച്ചും കൂടി നല്ല തിയേറ്ററിൽ കാണണം, വിഷ്വലി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് നല്ല സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇന്നിപ്പോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓടും കുതിര. ഞാനിപ്പോ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നിൽക്കുക, ഓടും കുതിരയ്ക്ക്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഉറക്കം ഞാൻ കെടുത്തിയെങ്കിൽ ഞാൻ അതിനൊരു സോറി കൂടെ പറയാണ് കേട്ടോ. സന്തോഷമുള്ളൂ, ഭയങ്കര സന്തോഷമുള്ളൂ. ഇങ്ങനത്തെ ഉറക്കം പോക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉറക്കം കെടുത്താം, പുതിയ പുതിയ സിനിമകൾ വരട്ടെ. ഒത്തിരി സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്. ഈ ഓണക്കാലം അടിപൊളിയാവട്ടെ. ഒരു കാര്യം കൂടെ സംഗീത, ഇനിയിപ്പം വരുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ഇനി മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതാണ് ഉടനെ തുടങ്ങാൻ പോകുന്നത്, ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ ഡിനോയ് ഡയറക്ട് ചെയ്യുന്ന, ഞാനും മമിതയും ലീഡ് ചെയ്യുന്ന ഒരു പടവും കൂടി ഉണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നത് ടിക്കിടാക്ക, ബേബികൾ, അങ്ങനെ 2 സിനിമകളാണ്. ബേബികളും ഇതുപോലെ അടുത്ത മാസം ഇറങ്ങും. ഭയങ്കര ഹോപ്പ്ഫുള്ളി വേറൊരു ഇതുവരെ കാണാത്തൊരു പരിപാടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ. എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കട്ടെ, അടിപൊളിയാവട്ടെ. നമുക്കൊക്കെ അത് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നല്ലൊരു ഓണക്കാലം, ഒപ്പം നല്ലൊരു ദിവസം ഒക്കെ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം സംഗീത്. താങ്ക്സ് അലോട്ട്. ബൈ. ഓക്കെ, ബൈ ബൈ.